എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ചില ലൈംഗിക ശുചിത്വങ്ങളുണ്ട്. അവയാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. പുരുഷന്മാരിലും ലൈംഗിക ശുചിത്വത്തിന് സ്ത്രീകളിൽ എന്ന പോലെ പ്രാധാന്യമേറെയാണ്. അവരുടെ വസ്ത്രധാരണ രീതിയിലും ജനനേന്ദ്രിയത്തിന് ചുറ്റും വിയർപ്പും മറ്റ് സ്രവങ്ങളും അടിഞ്ഞുകൂടുന്നുണ്ട്. ഇത് അണുക്കൾ പെരുകാൻ ഇടയാക്കുന്നുണ്ട്. ജനനേന്ദ്രിയത്തിലെ പല രോഗങ്ങൾക്കും കാരണവും ഇതുതന്നെയാണ്. അതിനാൽ ശുചിത്വം പാലിക്കുന്നത് ഇത്തരം പ്രയാസങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും. ലിംഗത്തിന്റെ അഗ്രത്തിലെ ആവരണമായ അഗ്രചർമ്മത്തിനുള്ളിൽ ധാരാളം ഉപദ്രവകാരികളല്ലാത്ത അണുക്കളുണ്ട്. ചർമ്മത്തിൽ നിന്നും സ്രവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവ മൂത്രനാളയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്രവങ്ങളെയും താരതമ്യപ്പെടുത്താം. ചർമ്മത്തിൽ നിന്ന് ബാക്കിയുള്ള ജീവനില്ലാത്ത കോശങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ലിംഗാഗ്ര ചർമ്മത്തിനിടയിൽ ഇവയെല്ലാം അടഞ്ഞുകൂടുന്നു. കൊഴുത്ത ദ്രാവക രൂപത്തിലോ അല്ലെങ്കിൽ ഖരരൂപത്തിലോ ഇത് കാണപ്പെടാം. ഇത് ഉണ്ടാക്കുന്നതിന്റെ അളവ് പല ആളുകളിലും വ്യത്യസ്തമാണ് കേട്ടോ. ചിലപ്പോൾ ഇത് വളരെ കട്ടിയായി തൊലിക്കിടയിലും കാണാം. ജനിക്കുമ്പോൾ അഗ്രചർമ്മം ലിംഗാഗ്രത്തിനോട് ചേർന്ന് ഒട്ടിയാണ് ഇരിക്കുക. എന്നാൽ ക്രമേണ ഇത് വേർപെടുകയും അഗ്രചർമ്മം പുറകോട്ട് നീക്കാവുന്ന സ്ഥിതിയിലും എത്തുന്നു. 3 വയസ്സിനുള്ളിൽ മിക്കവാറും എല്ലാ കുട്ടികളിലും ഇത് നടക്കാറുണ്ട്. എന്നാൽ ചിലരിൽ അഗ്രചർമ്മം പുറകോട്ട് നീക്കാനാകാതെയും വരാം. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ഡോക്ടറുടെ സേവനവും തേടേണ്ടതാണ്. കുട്ടികളും പുരുഷന്മാരും എല്ലാ ദിവസവും അഗ്രചർമ്മം വൃത്തിയാക്കേണ്ടതുണ്ട്. അഗ്രചർമ്മം നല്ലതുപോലെ പുറകോട്ട് നീക്കി വെള്ളം ഒഴിച്ചു കഴുകിയാൽ മതിയാകും. സോപ്പും ആന്റിസെപ്റ്റിക് ലായനികളും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവയെല്ലാം അവിടുത്തെ ചർമ്മത്തിന് ചൊറിച്ചിലും നീറ്റലും ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ചിലർക്ക് നീർവീക്കവും ഉണ്ടാകാം. അഗ്രചർമ്മം വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ പലതരം അണുബാധയ്ക്ക് കാരണമാകാറുണ്ട്. ബാക്ടീരിയയും വൈറസും ഫംഗസുകളും ലിംഗാഗ്രത്തിൽ അസുഖങ്ങൾ ഉണ്ടാക്കും. പ്രമേഹ രോഗികൾക്ക് മൂത്രത്തിൽ അണുബാധ അടിക്കടി വരാനും ഇത് കാരണമാകാറുണ്ട്. അഗ്രചർമ്മം ബലപ്രയോഗിച്ച് പുറകോട്ട് നീക്കുന്നതും അപകടകരമാണ്. പുറകോട്ട് നീക്കിയ ചർമ്മം മുൻപോട്ട് വരാതിരിക്കുകയും നീര് വന്ന് വീക്കം വെക്കാനും സാധ്യതയും. വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒരവസ്ഥ കൂടിയാണിത്. കൃത്യമായി ചികിത്സിക്കാതെ ഇരുന്നാൽ ലിംഗാഗ്രത്തിലേക്കുള്ള രക്തയോട്ടം നിലച്ചു പോകാനും സാധ്യത ഏറെയാണ്. അതുപോലെ ലിംഗാഗ്രത്തിൽ വരുന്ന ക്യാൻസറിനും പ്രധാന കാരണം ഇതുപോലെ ശുചിത്വമില്ലായ്മയാണ്. ഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ ഈ ക്യാൻസർ കുറവാണ്. ലൈംഗിക ശുചിത്വ ആരോഗ്യത്തിന് ആവശ്യമാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. എന്നാൽ എങ്ങനെ ഇത് കൈവരിക്കണമെന്ന് ഓരോ വ്യക്തിയുടെയും താല്പര്യം കൂടി അനുസരിച്ചാണ് ഇരിക്കുന്നത്. ശുചിത്വത്തെ പറ്റിയുള്ള അധികമായ വ്യാകുലതയും ഒഴിവാക്കണം. ആന്റിസെപ്റ്റിക് ലായനിയുടെയും സോപ്പിന്റെയും അധിക ഉപയോഗവും പലപ്പോഴും ഇത്തരക്കാർക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് വരുത്തിവെക്കുന്നതും കൂടി ശ്രദ്ധിക്കുക.